അതിരപ്പള്ളിയിൽ ചാലക്കുടി അതിരപ്പള്ളിയിൽ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. കണ്ണൻകുഴിയിലെ കസാരിയോ റിസോർട്ടിലെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് ഇന്ന് പുലർച്ചെ കാട്ടാന കയറി ആക്രമിച്ചത്. ആക്രമണ സമയത്ത് കാറിനുള്ളിൽ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടായിരുന്നു എന്നതും പ്രത്യേകം പ്രസ്താവ്യം. 1:30 മണിക്ക് വണ്ടിയിൽ സൗണ്ട് കേട്ടിട്ട് ഞാൻ നീച്ച് നോക്കിയതാണ്. ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കടന്നിരുന്നു. അപ്പോൾ ആന ഇങ്ങനെ ഗേറ്റിൽ ഇറങ്ങി വരുന്നത് അത് CCTVയിൽ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടതാണ്. വന്ന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റുമ്പോൾ കുത്തിയതിന് ശേഷം എൻ്റെ വണ്ടിയിൽ കുത്തി. വണ്ടിയിൽ കുത്തിയപ്പോൾ ഞാൻ അറിഞ്ഞത് എന്താ സൗണ്ട് വെച്ചിട്ട് ഞാൻ എണീച്ച് തല പൊക്കി നോക്കുമ്പോൾ നല്ലൊരു കൊമ്പനാണ്. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ പതുക്കെ കടന്ന്. പിന്നെ അവിടുന്ന് കുത്തിയ സ്പീഡിൽ ദേഷ്യം കൊണ്ടാണ് എന്താ അറിയില്ല, പിന്നെ സ്പീഡ് കൂടിയിട്ടാണ് വന്നത്. നേരെ പോയിട്ട് ആ വണ്ടിയിൽ പോയി ഇടിച്ച്. ആ വണ്ടി പോയി കുറച്ച് നിരക്കി. പക്ഷേ ആ വണ്ടിയിൽ ആളില്ലാത്തതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി, പറയൂ. ഇന്ന് പുലർച്ചെ 3:30 ഈ അതിരപ്പള്ളി കണ്ണൻകുഴിയിലെ കസാരിയോ എന്ന് പറയുന്ന റിസോർട്ടിലെ പാർക്കിങ്ങിലെത്തി വാഹനങ്ങൾ കാട്ടാന തകർത്തത്. ചാലക്കുടി പുഴയോട് ചേർന്ന ഭാഗമാണ്. അവിടെ ഈ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെൻസിംഗ് തകർത്തുകൊണ്ട് ആന ഈ പാർക്കിങ്ങിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ ഒരു ഡ്രൈവർ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈ ആന വന്ന് ഈ കാറിൽ കൊമ്പുകൊണ്ട് കുത്തി. ഇത് കണ്ട് ഡ്രൈവർ എഴുന്നേറ്റ് ഈ ആനയെ കണ്ട വഴി ഡ്രൈവർ ഈ സീറ്റിനടിയിൽ ഒളിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ആന ആ കാറിന് ചുറ്റും നടന്ന ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാറിലേക്ക് പാഞ്ഞെടുക്കുകയും ആ കാറ് വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്തു. 2 കാറുകൾക്ക് ഇപ്പോൾ കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയ കാട്ടാന സമീപത്തെ സുന്ദരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലെത്തി അവിടെയും നാശം വിതച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ ചാലക്കുടി പുഴ കടന്ന് ആന എത്താതിരിക്കുന്നതിന് വേണ്ടി ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തകർത്തുകൊണ്ട് തുടർച്ചയായി ജനവാസ മേഖലയിൽ ഈ ആന എത്തുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ വിനോദസഞ്ചാരികൾ അടക്കമുള്ള വെറ്റിലപ്പാറ 13-ലടക്കം ആന എത്തിയതിന്റെ ദൃശ്യങ്ങളും വാർത്തയും നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ കാറിനകത്തുണ്ടായിരുന്ന ഡ്രൈവറുടെ അവസ്ഥയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത. അദ്ദേഹം ആ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സുരേഷ് സജി.